ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ഹായ്, നിങ്ങളുടെ പുതിയ ജിമ്മിലേക്കുള്ള ബെസ്റ്റ് ജിം എക്യുപ്മെന്റ്സ് എവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ള ആലോചനയിലാണോ? അതോ വീട്ടിൽ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു ഹോം ജിം സെറ്റ് ചെയ്യാനുള്ള പ്ലാനിംഗിലാണോ? വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സിദി ഹാജി സ്റ്റേഡിയം എടവണ്ണ. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ പാഴ്സൽ സർവീസ് പുനരാരംഭിക്കുന്നതിനുള്ള ശ്രമം ഊർജിതം. റെയിൽവേ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നു. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലെ പാഴ്സൽ ഓഫീസ് മാസങ്ങൾക്ക് മുൻപ് അടച്ചുപൂട്ടിയിരുന്നു. റെയിൽവേ പാഴ്സൽ സർവീസിനെ ആശ്രയിക്കുന്നവർ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഇതേ തുടർന്നാണ് നിലമ്പൂരിൽ നിന്ന് സാധനങ്ങൾ അയക്കാനും നിലമ്പൂരിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരാനും ഉദ്ദേശിക്കുന്നവരുടെ യോഗം വിളിച്ചു ചേർത്ത് പാഴ്സൽ സർവീസ് പുനരാരംഭിക്കാൻ ശ്രമം ഊർജിതമാക്കിയത്. പാഴ്സൽ അയക്കാൻ സാധ്യതയുള്ള വ്യവസായ സ്ഥാപനങ്ങളുടെ വിവരം യോഗത്തിൽ പാലക്കാട് ഡിവിഷൻ റെയിൽവേ കൊമേഴ്ഷ്യൽ വിഭാഗം ശേഖരിച്ചു. യോഗത്തിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ സംബന്ധിച്ച് DRMOയ്ക്ക് കൈമാറി തുടർ നടപടികൾ സ്വീകരിക്കും. പ്രദേശത്തെ പ്രധാന വ്യവസായ സ്ഥാപനങ്ങൾ റെയിൽവേ ഡിവിഷൻ റെയിൽവേ കൊമേഴ്ഷ്യൽ വിഭാഗം സന്ദർശിക്കുകയും ചെയ്തു. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ചേർന്ന യോഗത്തിൽ അസിസ്റ്റന്റ് ഡിവിഷണൽ കൊമേഴ്ഷ്യൽ മാനേജർ പ്രമോദ് കുമാർ, ചീഫ് കൊമേഴ്ഷ്യൽ ട്രാൻസ്പോർട്ട് മാനേജർ സാബു, ഷൊർണൂർ സ്റ്റേഷൻ കൊമേഴ്ഷ്യൽ ഇൻസ്പെക്ടർ അനിൽകുമാർ, നിലമ്പൂർ മൈസൂർ റെയിൽവേ ആക്ഷൻ കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ബിജു നൈനാൻ, DRUCC നോമിനികളായ ജോഷുവ കോശി, അനസ് യൂണിയൻ, വ്യാപാരി പ്രതിനിധികളായ വിനോദ് പി മേനോൻ, അൻവർ കല്ലിങ്ങൽ, ഇസ്മായിൽ, സഫറുള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് by Shobhika Weddings.